ഹായ്, ഇത് കണ്ടോ നമ്മുടെ ചിപ്പിക്കൂണ്ടയും പാൽക്കൂണ്ടയും ഒക്കെ വിത്തുകളുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കൂൺവിത്ത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ. കൂൺവിത്ത് ഉണ്ടാക്കാൻ ആദ്യം നല്ല വൃത്തിയുള്ള ചോളം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ കഴുകി പുഴുങ്ങിയെടുക്കണം. ചെരുവത്തിനകത്ത് വെച്ച് നല്ല പുഴുങ്ങി ഒരു പാകത്തിന് വേവായതിന് ശേഷം നമ്മൾ നോക്കിയിരുന്ന് തന്നെ വേവിക്കണം. അങ്ങനെ വേവായിട്ട് നമ്മൾ ഇതുപോലെ ഉള്ള കൊട്ടകളിലേക്ക് കോരി മാറ്റി വയ്ക്കണം. വെള്ളം മുഴുവൻ തോർന്നു പോയതിന് ശേഷം ഇതുപോലെ നമ്മൾ വെള്ളം മുഴുവൻ തോർത്തെടുക്കുക. വെള്ളം മുഴുവൻ തോർന്നതിന് ശേഷം നമ്മൾ കാൽസ്യം കാർബണേറ്റ്, ഇതാണ് കാൽസ്യം കാർബണേറ്റ്. ഇതിലേക്ക് 1 കിലോയ്ക്ക് 60 ഗ്രാം വീതമുള്ള കാൽസ്യം കാർബണേറ്റ് നല്ലവണ്ണം ഈ ചോളത്തിലേക്ക് തിരുമ്മി പിടിപ്പിക്കുക. ഇതുപോലെ നല്ലവണ്ണം അത് മിക്സ് ചെയ്തതിന് ശേഷം 300 ഗ്രാമിൻ്റെയോ 1/2 കിലോയുടെ 1 കിലോയുടെയൊക്കെയുള്ള പാക്കറ്റുകളിലാക്കി ഇതുപോലെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം തന്നെ നമ്മളൊരു 300 ഗ്രാം പാക്കറ്റാണ് ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഓട്ടോക്ലേവ്. ഈ ഓട്ടോക്ലേവിലാണ് നമ്മൾ വിത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വിത്തിന് വേണ്ടിയിട്ടുള്ള ചോളം ഒക്കെ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. ഇതിനകത്താണ് 2 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. അതിന് ശേഷമാണ് ലാബിൽ വെച്ച കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കൂൺവിത്ത് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. ഇതൊന്നുമല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊക്കെ വരും വീഡിയോകൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ വന്ന് പഠിക്കേണ്ടവർക്ക്, കൂൺകൃഷി ക്ലാസ്സുകൾ, വിത്തുണ്ടാക്കുന്ന കൂൺവിത്ത് ഉൽപ്പാദനം എല്ലാം വന്ന് പഠിക്കേണ്ടവർക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനവും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. വിത്തുകൾ വേണ്ടവരും എല്ലാവരും വിളിച്ചോട്ടോ. ഓക്കെ, ബൈ.